കണ്ണൂർ കരിവെള്ളൂരിൽ കല്യാണ വീട്ടിൽ നിന്ന് 30 പവൻ കവർന്ന കേസിൽ പ്രതി വരന്റെ ബന്ധുവായ യുവതി തന്നെ. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനിയാണ് കസ്റ്റഡിയിലായത്. സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ട് കവർന്നതെന്നാണ് മൊഴി. കല്യാണ ദിവസമായ മെയ് 1 രാത്രി 7 മണിയോടെയാണ് മോഷണം നടന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ചൊവ്വാഴ്ച രാത്രി വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചു. മെയ് 1 കരിവെള്ളൂർ പലിയേരി സ്വദേശി അർജുനും കൊല്ലം സ്വദേശി ആർച്ചായ സുധിയും തമ്മിലുള്ള വിവാഹം. ചടങ്ങുകൾക്ക് ശേഷം സ്വർണ്ണാഭരണങ്ങൾ കിടപ്പുമുറിയിലെ അലമാരയിലേക്ക് മാറ്റി. രാത്രി സ്വർണം ബന്ധുക്കളെ കാണിക്കാനായി തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്നായിരുന്നു പരാതി. 4 ബോക്സുകളിലായി സൂക്ഷിച്ച സ്വർണമാണ് നഷ്ടമായത്. ചെറിയ മോതിരങ്ങൾ ഉൾപ്പെടെ 10 പവൻ സ്വർണവും ഡയമണ്ടുകളും അലമാരയിൽ ബാക്കിയുണ്ടായിരുന്നു. പയ്യന്നൂർ പോലീസാണ് അന്വേഷണം നടത്തിയത്. പ്രൊഫഷണൽ സംഘമല്ല മോഷണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീട്ടിലെത്തിയവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണവും നടന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത്തരത്തിൽ നിരവധി മോഷണ കേസുകളാണ് ഈ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഈയടുത്ത് വീട്ടമ്മ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7.25 പവന്റെ ആഭരണം മോഷണം പോയി. മണിക്കൂറുകൾക്കുള്ളിൽ ഭർത്താവാണ് മോഷ്ടാവെന്ന് പോലീസും കണ്ടെത്തി. ആലപ്പുഴ നഗരസഭ വട്ടപ്പള്ളി ജമീല പുരയിടത്തിൽ ഷെഫീഖിന്റെ ഭാര്യ ഷംനയാണ് സ്വർണം മോഷണം പോയെന്ന് പരാതി നൽകിയത്. വീടിനകത്തും പുറത്തും പരിശോധന നടത്തിയ പോലീസ് വാതിലോ ജനലോ ബലം ഉപയോഗിച്ച് തകർത്തതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടെത്തിയില്ല. തുടർന്ന് ഭർത്താവ് ഷെഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് സ്വർണം മോഷ്ടിച്ച് നഗരത്തിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയത്. ഓൺലൈൻ മത്സ്യവ്യാപാരിയായ ഷെഫീഖുമായി 2 വർഷമായി അകന്നു കഴിയുകയായിരുന്നു ഷംന. ഇടയ്ക്കിടെ ഷെഫീഖ് വീട്ടിലെത്താറുണ്ടായിരുന്നു. ഹരിതകർമ്മ സേനാംഗമായ ഷംന കളക്ടറേറ്റിനു സമീപത്തെ എയറോബിക് പ്ലാന്റിലാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്ക് ഷെഫീഖ് വീട്ടിലെത്താറുള്ളതിനാൽ വീട് പൂട്ടിയിരുന്നില്ലെന്നും ഷംന പോലീസിന് മൊഴി നൽകിയിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.